പാലക്കാട് പൊള്ളാച്ചി റെയിൽപാതയിൽ പുതിയ ട്രെയിൻ സർവീസ് വേണമെന്ന ആവശ്യം വർഷങ്ങളായി യാത്രക്കാരും പ്രദേശവാസികളും ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയമാണ്. ഇപ്പോൾ ആവശ്യം ഭാഗികമായി നിറവേറ്റുന്ന തരത്തിൽ പുതിയ മെമു ട്രെയിൻ സർവീസ് അനുവദിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ സർവീസിന് അനുമതി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ മെമു ട്രെയിനിന്റെ കൃത്യമായ സമയം, സർവീസ് ആരംഭിക്കുന്ന തീയതി എന്നിവ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ ഇപ്പോഴും റെയിൽവേ പുറത്തിറക്കിയിട്ടില്ല. എന്നിരുന്നാലും പാലക്കാട് പൊള്ളാച്ചി മേഖലയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും ചെറിയ വ്യാപാരികൾക്കും ഈ തീരുമാനം വലിയ ആശ്വാസമാകും. നിലവിൽ പാലക്കാട് മുതൽ പൊള്ളാച്ചി വരെ നേരിട്ട് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. ഇപ്പോൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രധാന ട്രെയിനുകൾ 3 മാത്രമാണ്. അവയാണ് അമൃത് എക്സ്പ്രസ്, പാലക്കാട് ചെന്നൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, പാലക്കാട് തിരുച്ചേണ്ടയൂർ എക്സ്പ്രസ് എന്നിവ. ഈ ട്രെയിനുകൾ തമ്മിലുള്ള സർവീസ് ഇടവേള പലപ്പോഴും 10 മണിക്കൂറിലധികം വരെ ആയതിനാൽ യാത്രക്കാരെ അത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതിനാൽ ഇടക്കാല യാത്രകൾക്കായി പുതിയ മെമു സർവീസ് ഏറെ പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് ദിവസേന തമിഴ്നാട്, കേരള അതിർത്തി മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്ന തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ പുതിയ സർവീസ് ഏറെ സഹായകരമാകും. കൂടാതെ പാലക്കാട് പൊള്ളാച്ചി ഇടയിലുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ചെറിയ സ്റ്റേഷനുകളിൽ നിന്നുള്ള യാത്രക്കാരുടെ ഗതാഗത സൗകര്യവും ഇതിലൂടെ മെച്ചപ്പെടും. മെമു ട്രെയിനുകൾ സാധാരണയായി കുറച്ചു ദൂരങ്ങളിലെ യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്തവയായതിനാൽ കൂടുതൽ സ്റ്റോപ്പുകളും കൂടുതൽ സർവീസുകളും ലഭ്യമാക്കാൻ റെയിൽവേക്ക് കഴിയും. ഇതിനൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേസ് പാലക്കാട് മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിരവധി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. അതിന്റെ ഭാഗമായി പാലക്കാട് ടൗൺ പാർലി ബൈപ്പാസ് റെയിൽവേ ലൈൻ നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ നേരത്തെ 163.57 കോടി രൂപ അനുവദിച്ചിരുന്നു. ദക്ഷിണ റെയിൽവേ ശൃംഖലയിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഒന്നായ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് എഞ്ചിൻ റിവേഴ്സൽ. നിലവിലെ സംവിധാനത്തിൽ ചില ട്രെയിനുകൾ ജംഗ്ഷനിലെത്തുമ്പോൾ ലോക്കോമോട്ടീവ് മാറ്റുകയോ എഞ്ചിൻ ദിശ മാറ്റുകയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇതുവഴി ട്രെയിനുകൾക്ക് പലപ്പോഴും ഏറെ സമയം നിൽക്കേണ്ടി വരുന്നു. മറ്റു ട്രെയിനുകളുടെ ഗതാഗതത്തെയും ബാധിക്കുകയും ചെയ്യുന്നു. പുതിയ ബൈപ്പാസ് ലൈൻ നിർമ്മാണം പൂർത്തിയായാൽ ട്രെയിനുകൾക്ക് ജംഗ്ഷനിൽ പ്രവേശിക്കാതെ തന്നെ വിവിധ റൂട്ടുകളിലേക്ക് നേരിട്ട് കടന്നുപോകാൻ കഴിയും. ഇതിലൂടെ യാത്രാസമയം ഗണ്യമായി കുറയുകയും ട്രെയിനുകളുടെ സമയനിഷ്ഠയും മെച്ചപ്പെടുകയും ചെയ്യും. യാത്രക്കാരുടെ ട്രെയിനുകൾക്ക് ശരാശരി 40 മുതൽ 44 മിനിറ്റ് വരെ സമയം ലാഭിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ചരക്കു ട്രെയിനുകൾക്കായി ഈ സമയം 120 മിനിറ്റ് വരെ കുറയാൻ സാധ്യതയുണ്ട്. ഈ ബൈപ്പാസ് പാത ഷൊർണൂർ, തിരുവനന്തപുരം, മധുരൈ, പൊള്ളാച്ചി എന്നിവയിലേക്ക് പോകുന്ന പ്രധാന റെയിൽ ഇടനാഴികളുടെ ഗതാഗത ക്രമീകരണത്തെയും കാര്യമായി മെച്ചപ്പെടുത്തും. അതോടെ പാലക്കാട് ജംഗ്ഷനിലെ തിരക്ക് കുറയുകയും ഭാവിയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾക്കും പുതിയ സർവീസുകൾക്കും വഴിവെക്കുകയും ചെയ്യും. ദക്ഷിണേന്ത്യയിലെ കേരളം, തമിഴ്നാട് അതിർത്തി മേഖലകളിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ ഇത്തരം പുതിയ പദ്ധതികൾ വലിയ സഹായമാകുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. പുതിയ മെമു സർവീസ് ആരംഭിക്കുന്നതോടെ പാലക്കാട് പൊള്ളാച്ചി മേഖലയിൽ യാത്രക്കാരുടെ ഗതാഗതം കൂടുതൽ സുഗമമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.